ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അർജുൻ എന്നാണ്. ഞാനിപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഐഫോൺ 16ഉം 16 പ്രോയും സെയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് ഞാനൊരു അഡ്വൈസ് എന്നുള്ള രീതിയിലാണ്, മിക്ക ഐഫോൺ 16ഉം 16 പ്രോയും റിവ്യൂ എന്നുള്ള രീതിയല്ല, ഒരു അഡ്വൈസാണ്. അപ്പോൾ അതിൻ്റെ സ്പെക്കുകളൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്കത് എടുക്കുന്നത് വേർത്താണോ അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഫുള്ളിൽ പറയുന്നുണ്ട്. അപ്പം അത് കേട്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം, നിങ്ങൾ എടുക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഐഫോൺ 16നെ കുറിച്ചാണ്. അപ്പോൾ ഐഫോൺ 16ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 80,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 128 GB ഈ 80,000 വരുന്നത്. അപ്പോൾ അതിൻ്റെ കളർ വേരിയൻസ് ഒക്കെ നല്ല രസമുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇതിലെ മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ ഇങ്ങനെ വെർട്ടിക്കലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെർട്ടിക്കൽ ക്യാമറ പഴയ ഐഫോൺ 10ലുള്ളത് ഡിസൈനാണ്. അപ്പോൾ ഡിസൈനൊന്നും വലിയ ചേഞ്ച് അല്ല, ചെറിയൊരു ഡിസൈൻ ചേഞ്ച് എന്ന് പറയാം. അപ്പോൾ ഇവരിങ്ങനെ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ കാരണം മറ്റേ വിഷൻ പ്രോയിൽ വീഡിയോ എടുക്കുമ്പം നല്ല അടിപൊളിയായിട്ട് മറ്റേ 3D സംഭവമായിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ, വിഷൻ പ്രോ ഈ 4-5 ലക്ഷം രൂപ കൊടുത്തിട്ട് എടുക്കുന്ന ആൾക്കാരാരെങ്കിലും 16 സീരീസ് എടുക്കുമോ? ചിലപ്പോൾ ഓരോ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി 16 എടുക്കുമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നേക്കുന്നത്, സാധാരണക്കാർക്ക് വേണ്ടിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 16 എടുക്കുന്ന അറിയാമല്ലോ. ഇപ്പോൾ സാധാരണക്കാർ മറ്റേ ജോലി കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ബംഗാളിയുടെയിലും ഒരു ഐഫോൺ കാണും. അതാണ് അവസ്ഥ. അത് ജീവിതാഭിലാഷമാണ് ഐഫോൺ എടുക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യുന്ന ഇതായിരിക്കും. പിന്നെ മെയിനായിട്ട് നമ്മുടെ പഴയ മുഖത്തൊരു ഉണ്ണി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചറിയാതെ പറ്റൂല എന്ന് പറയുന്ന പോലെ വലിയ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്യാമറ ബട്ടൺ. ഞാൻ അതിനങ്ങനെ പറയുന്നുള്ളൂ, ബട്ടൺ എന്ന് അവർ പറയില്ല, പക്ഷേ ക്യാമറ ബട്ടൺ. ഈ ഒരു ക്യാമറ ബട്ടൺ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ചേഞ്ചാണ് ഗൈസ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും, കഴിഞ്ഞ വർഷം ഇതേ പ്രൈസ് തന്നെയാണല്ലോ പറയാൻ പറ്റും ഇറങ്ങിയത്, 80,000. ഡിസ്പ്ലേ 15ൻ്റെ അതേ ഡിസ്പ്ലേ സൈസാണ്, 16.1. ഓക്കെ, അതുപോലെ തന്നെ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ. ഓഹ്, അമേസിങ്. നിങ്ങൾക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടും. 60 ഹെർട്സൊക്കെ ആപ്പിൾ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ്. അവർക്ക് 30 ആക്കാൻ പറ്റുമെങ്കിൽ അവർ 30 ആക്കിയാണ്. അപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അവർ പുതിയ അതുപോലും ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ നമുക്കിനി കളറുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ കളർ ഇത് തന്നെയാണ് കേട്ടോ, അൾട്രാമറൈൻ. പിന്നെ വരുന്ന കളറ് ടീൽ കളർ. ഇതും അത്യാവശ്യം കൊള്ളാം, ഒരു ചേഞ്ച്, വെറൈറ്റി ഉണ്ട്. പിന്നെ പിങ്ക്, പിന്നെ നമ്മുടെ യൂഷ്വൽ വൈറ്റും ബ്ലാക്കും. അതൊരു രസമില്ല. വൈറ്റ് എനിക്കിഷ്ടപ്പെട്ടു, ഒരു പ്രീമിയം കളർ പോലെ തോന്നി. പക്ഷേ ഇതാണ് പൊളി കളറായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത്? അപ്പോൾ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് 16ൽ വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുമ്പം 16 സീരീസിൽ മൊത്തം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നടക്കം വന്നിരിക്കുന്നത് 8 GB റാം ആയിട്ടുണ്ട്. അവർ 16 പ്രോ 16 പ്രോ മാക്സ് എല്ലാത്തിലും ഇപ്പോൾ റാം വരുന്നത് 8 GB ആണ്. അപ്പോൾ അതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വേറൊരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. 16 പ്രോയിൽ USB 3 സപ്പോർട്ട്സ്, USB 3 പോയിൻറ്റ് സംതിങ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോഴും USB 2. നിങ്ങൾക്ക് 80,000 കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവം കണ്ടില്ലേ, USB 2 കിട്ടും. നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ? USB 2 ഉള്ള ഫോൺ 80,000 കൊടുത്ത് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കുട്ടികളെ, ഭാഗ്യവാന്മാർ. അയ്യോ അയ്യോ. ഇതിൻ്റെ ക്യാമറ കൺട്രോൾ, ഈസിയർ വേ ടു ക്യാപ്ചർ, ഫാസ്റ്റർ ആക്സസ് ടു ഫോട്ടോസ് ആൻഡ് വീഡിയോ ടൂൾസ്. പൊളി സാധനം, ഞാനൊന്നും പറയുന്നില്ല. അവർക്ക് കൊണ്ടുവരാൻ പറ്റിയ ഇന്നോവേഷനാണല്ലോ. അപ്പോൾ ആ 16 നിങ്ങൾക്ക് എടുക്കേണ്ടത് ആരെടുക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു 80,000 റേഞ്ച് നിങ്ങളൊരു വ്ളോഗിങ് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. വീഡിയോ ചുമ്മാ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ വീഡിയോ എടുത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, അതാണ് നിങ്ങൾക്ക് മെയിൻ. അങ്ങനെയാണെങ്കിൽ ഒരു 16ലോട്ട് പോവാം, ആപ്പിളിലെടുക്കാം. കാരണം ഐഫോണിലാണ് ഇപ്പോഴും വീഡിയോ ബെസ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നത് ഐഫോൺ തന്നെയാണ്. സോ അതാണ് പർപ്പസ് എങ്കിൽ എടുക്കാം. ഇനി അടുത്ത 15 ഉള്ള ആൾക്കാർ 16 എടുക്കണോ വേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നല്ലൊരു എക്സ്ചേഞ്ച് ഓഫറും അതേപോലെ ഓഫറുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തുനിന്ന് എടുക്കാൻ പറ്റിയാൽ ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടും. അല്ലാതെ വേറെ വലിയ ഗുണമൊന്നുമില്ല. പിന്നെ ഈ ക്യാമറയുടെ ഈ പ്ലേസ്മെൻറ്റ് കാരണം നിങ്ങൾക്ക് വിഷൻ പ്രോ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടായിരിക്കുമല്ലോ. ഇല്ലാത്തവരാരും വിഷൻ പ്രോ വാങ്ങിച്ച് വെച്ചേക്കില്ല.
അങ്ങനെയാണെങ്കിൽ അവരെന്തായാലും 15 Pro Max 1 TB ആയിരിക്കും അവരെ ഇരിക്കുന്ന ഫോൺ. പോട്ട്. അയ്യോ. ഇനിയിപ്പോൾ പഴയ iPhone 13 ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ 16 എടുക്കുന്നതിനേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ 16 Proയിൽ പോട്ട് പോണതായിരിക്കും ബെറ്റർ. അല്ല, പൈസ സേവ് ചെയ്യാനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആപ്പിൾ ഉപയോഗിക്കുന്നവരാരും പൈസ സേവ് ചെയ്യുന്നവരല്ല. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കൂടുതൽ അട്രാക്റ്റഡ് ആയത് iPhone 16 Proയിലാണ് ഈ വർഷത്തെ. കാരണം അട്രാക്റ്റഡ് ആവേണ്ട കാരണം സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,20,000 ആണ്. 1,20,000 iPhone 16 Pro കഴിഞ്ഞ വർഷം 15 Pro ഇറങ്ങിയപ്പം 1,35,000 ആയിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ട്. കാരണം ഇതെല്ലാം അസംബിൾ ചെയ്തത് ഇന്ത്യയിൽ തന്നെ എന്തോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് 16 Proയ്ക്ക് ഇപ്പോൾ ഈ ഒരു പ്രൈസ്. അപ്പോൾ ആ ഒരു പ്രൈസിന് 16 Pro എടുക്കാണോ എന്ന് ഞാൻ ചിന്തിക്കുമ്പം ബേസിക്കലി ഒരു വാല്യൂ ഫോർ മണി അതാണോ എന്ന് തോന്നും. കാരണം ഈ പ്രൈസിന് S24 Ultra എടുക്കാം. അൾട്ര ആയിരിക്കും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ അൾട്രയെന്നേക്കാളും ഇതിൻ്റെ A18 Pro പ്രൊസസ്സർ കുറേ കൂടെ ബെറ്ററാണ്. ഓക്കെ, കുറേ കൂടെ ബെറ്റർ എന്ന് പറയുമ്പം നിങ്ങൾക്ക് AAA ഗെയിംസ് കളിക്കാം. അതുപോലെ ഇപ്പോൾ ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിക്കുകയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഈ S24 ഇത് Exynos ആണ്. ഈ S24 പോലും ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് S24 Ultra'യിൽ കളിക്കാൻ പറ്റും. അപ്പോൾ അൾട്രയിൽ പോലും ഒരു 10-20 മിനിറ്റൊക്കെ ആകുമ്പം FPS ഡ്രോപ്പ് ആവും. നല്ല ഹെവി ഗ്രാഫിക്സ് ഉള്ള ഏരിയയിലൊക്കെ എത്തുമ്പം FPS ഒരു 40 FPS വരും. ഓക്കെ, പക്ഷേ ഈ 16 Proൻ്റെ A18 Pro ചിപ്സെറ്റിൽ ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിച്ചാൽ 60+ ഗ്യാരണ്ടീഡാണ്. നമ്മളൊരു 20 മിനിറ്റൊക്കെ കളിച്ചിരുന്നാലും 60+ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഗെയിമിംഗ് എന്നുള്ള രീതിയിൽ നോക്കിയാൽ പൊളി സാധനമാണ്. കാരണം പുതിയതായിട്ട് അവർ കൂളിംഗ് സിസ്റ്റമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അവർ ഫ്ലോപ്പായി പോയ ഒരു സംഭവം. അത് പിന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ കൊടുത്ത് പിടിച്ചു നിന്നു. പക്ഷേ ആ അഹങ്കാരം അവർ ഇത്തവണ കാണിച്ചില്ല. ഇത്തവണ അവർ മര്യാദയ്ക്ക് ഒരു കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യമുണ്ട്, ഈ AAA ഗെയിംസ് എന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം ഒരു ഫോണിൽ പറ്റുന്ന കാര്യങ്ങളെ ഇതിൽ പറ്റുന്നുള്ളൂ. S24 Ultra'യിൽ എന്തൊക്കെ പറ്റുമോ ആ സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതിലും പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെ ഐഫോണിലും പറ്റും. കൂടുതലൊന്നും അവർ തരൂല. പ്രൊസസ്സറൊക്കെ മറ്റേ ഹൈ എൻഡ് ആയിരിക്കും, പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. അത് വേറെ കാര്യം. പിന്നെ വേറൊരു സാധനം അപ്ഗ്രേഡ് എന്നും പറഞ്ഞ് അവർ തന്നിരിക്കുന്നത് എനിക്കൊരു കുഴപ്പമായിട്ടാണ് തോന്നിയത്. അതായത് ഇപ്പോൾ ക്യാമറയുടേത് അവർ 5x ആണ് തന്നേക്കുന്നത്. 3x പഴയ 3x മാറ്റിയിട്ട് ടെലിഫോട്ടോ വരുമ്പം 5x ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ 5xൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പല സിറ്റുവേഷനിലും ഇപ്പോൾ എൻ്റെ കയ്യിൽ 3x ആണ്. അപ്പോൾ 3x ഉള്ളതെന്ന് പറയുമ്പം നമുക്ക് പല സിറ്റുവേഷൻസിലും ഇപ്പോൾ 3x യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബാക്കിലോട്ട് നിൽക്കണമല്ലോ സ്വാഭാവികമായിട്ടും. 5x വരുമ്പോൾ അതിലും ബാക്കിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം കുറവാണെന്നുണ്ടെങ്കിൽ പക്ഷേ ടെലിഫോട്ടോ ലെൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ചോയ്സ് ഇല്ല. ഇപ്പോൾ 3xലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഡിജിറ്റൽ ക്രോപ്പായിരിക്കും, ക്വാളിറ്റി ലോസ് അവിടെ എന്തായിരുന്നാലും വരും. ഇപ്പോൾ S24 Ultra ആ സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 3x ഉണ്ട്, ടെലിഫോട്ടോ ഡെഡിക്കേറ്റഡ് ലെൻസ് ഉണ്ട്, അതുപോലെ 5x ഉണ്ട്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു ക്വാളിറ്റി ലോസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു സംഭവമാണ്. ബാക്കി ആപ്പിൾ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ iPhone 16 8GB റാം കൊണ്ടുവന്നത്. അപ്പോൾ iPhone 16 തൊട്ട് 16 Pro Max വരെയും 8GB റാമാണ്. അപ്പോൾ പണ്ടൊക്കെ ആപ്പിൾ ഫാൻസ് പറയുമായിരുന്നു ആൻഡ്രോയിഡിൽ 8GB റാം ഉണ്ട്, അതിന് ആപ്പിളിന് 8GBയുടെ ആവശ്യം വരില്ല, 6GB മതി, 5GB മതി എന്നൊക്കെ കൊണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറയും. പക്ഷേ അവരിപ്പം എല്ലാ ഫീച്ചേഴ്സും പുതിയ iOS 18 കൊണ്ടുവന്ന് തുടങ്ങി. T9 ഡയലിംഗ്, അതുപോലെ ഇനി അങ്ങോട്ട് കോൾ റെക്കോർഡിങ് ഇതൊക്കെ വരും. ഇതൊക്കെ വരുമ്പം റാം വേണം. ആൻഡ്രോയിഡിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ ഐഫോണിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ വരുമ്പം റാം വേണം. റാമില്ലാതെ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് റാം കൊണ്ടുവന്നു. ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ കിട്ടില്ല, ഒരു 2-3 മാസം വെയിറ്റ് ചെയ്യണം. അപ്പം എടുത്ത ചാടി 16 Pro എടുത്തിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഇത്. പിന്നെ ചേഞ്ച് ഇത് വലിയ ഷോക്കാണ് കേട്ടോ USB 2. അപ്പോൾ ഇനി ഈ ഒരു പ്രൈസ് ചിലവാക്കുമ്പോൾ ഇപ്പോൾ ഞാനും ചിന്തിച്ച സാധനം ഇതാണ്. 1,20,000 കൊടുത്തിട്ട് ഒരു ഫോൺ എടുക്കണമെങ്കിൽ, അത് ഐഫോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഒരു അല്ലെങ്കിൽ 80,000 കൊടുത്ത് ഇത് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പിളിൻ്റെ ലാപ്പ്, ആപ്പിൾ വാച്ച്, ഹെഡ്സെറ്റ്, എയർപോഡ്സ്, അതുപോലെ ആപ്പിൾ TVയോ അല്ലെങ്കിൽ TV കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ എല്ലാം ആപ്പിൾ റിലേറ്റഡ് സാധനങ്ങളാണ് നിങ്ങളുടെ എക്കോസിസ്റ്റം എങ്കിൽ ധൈര്യമായിട്ട് ഒരു ആപ്പിൾ തന്നെ എടുത്തോ. നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. കാരണം നിങ്ങളുടെ ആ ഒരു ഡിവൈസ് ഒറ്റപ്പെട്ടിരിക്കും. പക്ഷെ അഥവാ അതല്ല, നിങ്ങൾ ഇപ്പം ആൻഡ്രോയിഡ് TV ആണ് യൂസ് ചെയ്യുന്നത്,
അതുപോലെ ബാക്കി എല്ലാ സാധനങ്ങളും ഒന്നെങ്കിൽ വിൻഡോസ് ആയിരിക്കും. അങ്ങനെ പല സാധനങ്ങളും നിങ്ങൾക്ക് ആൻഡ്രോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഐഫോൺ എടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഐഫോൺ എടുത്തിട്ട് അവിടെ എന്തും ചെയ്യാൻ പോകണം? അതൊരു പ്രശ്നമാണ്. പിന്നെ ഇനി അഥവാ നിങ്ങൾ ആപ്പിളിലോട്ട് എക്കോസിസ്റ്റത്തിലോട്ട് മാറാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഓബിയസ്ലി നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടായിരിക്കും. ഓക്കെ, അത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാൻ S24 എടുത്തത് എനിക്ക് അൾട്ര എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. അതിനേക്കാളും എനിക്ക് മറ്റേ Z Fold 6 എടുക്കണമെന്നുണ്ട്. ഫിനാൻഷ്യൽ അത്രയും പറ്റില്ല എന്നുള്ളതുകൊണ്ട് അത് എടുക്കാത്തതാണ്. ഇനി അടുത്തത് എപ്പോഴെങ്കിലും എനിക്കൊരു ഫോൾഡ് എടുക്കണമെന്നാണ് ആഗ്രഹം. അതാകുമ്പം മടക്കി വയ്ക്കുമ്പോൾ കയ്യിൽ ഒതുങ്ങിയിരിക്കും, എൻ്റെ കൈക്കകത്ത് നിൽക്കും. ഇനി ഫോട്ടോ എഡിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു ടാബ് പോലെ യൂസ് ചെയ്യാം. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയൊക്കെ പൈസ കൊടുത്ത് എടുക്കുമ്പോൾ ഐഫോൺ എടുക്കുന്നതിനേക്കാളും ഞാൻ എപ്പോഴും ഒരു വാല്യൂ ഫോർ മണി ചിന്തിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. സോ അതെനിക്ക് ഐഫോൺ വേർത്തല്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ എടുക്കണോ വേണ്ടെന്ന് ചോദിച്ചാൽ ബേസിക്കലി നിങ്ങൾ ഇതാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് എക്കോസിസ്റ്റം ആപ്പിളിൻ്റെത് ഉണ്ടോ, അല്ല ഇനി ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ഇനി അടുത്തൊരു മാക്ക് എടുക്കാൻ. പക്ഷെ അതൊന്ന് ചിന്തിക്കുക, വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞൊരു എക്കോസിസ്റ്റം അല്ല ആപ്പിളിൻ്റെത്. നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. എടുക്കണതെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും. അത്രയും പൈസ മുടക്കി കിട്ടുന്ന സാധനം. പിന്നെ സെക്യൂരിറ്റിയും പ്രൈവസിയും ആണല്ലോ ആപ്പിളിൻ്റെ എക്കോസിസ്റ്റം എടുക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുമ്പം ആപ്പിളിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ആൻഡ്രോയിഡിൽ അത് നിങ്ങൾക്ക് പൈസ കൊടുത്തെടുത്ത ഫോണാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്ന് വെച്ച് നിങ്ങൾ ഈ കണ്ണിക്കണ്ട സൈറ്റുകളും കയറി കണ്ണിക്കണ്ട ലിങ്കുകളിലും ക്ലിക്ക് ചെയ്ത് കണ്ണിക്കണ്ട ആപ്പുകളും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അയ്യോ വൈറസ് കയറിയേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് മണ്ടത്തരം നിങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ്. സോ അത്രയും മണ്ടത്തരം കാണിക്കാത്ത ആൾക്കാർ ആർക്കും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. എനിക്കറിയാവുന്ന എത്രയോ ഐഫോണുള്ള ആൾക്കാർ അവരെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ചോർന്നു പോയി. സെക്യൂരിറ്റിയും പ്രൈവസിയും ഇല്ലാത്തതുകൊണ്ടാണോ? അതൊന്ന്. രണ്ട്, ഈ പറഞ്ഞ സെക്യൂരിറ്റിയും പ്രൈവസിയും വേണമെന്നും പറഞ്ഞ് ഐഫോൺ എടുക്കുന്ന ആൾക്കാരൊക്കെ അവർ മറ്റേ മുക്കണതും മൂളുന്നതും എല്ലാം മറ്റേ സ്റ്റാറ്റസും സ്റ്റോർ ചെയ്യാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ. ഒന്ന് തുമ്മിയാൽ സ്റ്റാറ്റസ് ഇടും, കരഞ്ഞാൽ സ്റ്റാറ്റസ് ഇടും. അവർക്ക് എന്ത് പ്രൈവസിയാണെന്നുള്ളത്? പോട്ട്, ഇതൊക്കെ തമാശയാണ്. അയ്യോ, അങ്ങനെ ആപ്പിളിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യം ചിന്തിക്കുക, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് എങ്ങനെ ചിലവാക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഞാൻ ഈ S24 ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ഒരു 7-8 മാസമായി. 7 മാസം കഴിഞ്ഞു. കറക്റ്റ് എത്ര മാസമായിട്ടുണ്ട്. ഓക്കെ, പൊളി ഫോണാണ്. എക്സിനോസ് ആണെന്ന് പറഞ്ഞ് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ബാറ്ററി യൂസേജും വലിയ സീനില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 12 മിനിറ്റ് യൂസ് ചെയ്തു. ബ്രൗസറിലൊക്കെ കയറിയതാണ്. 24%, 27 എന്തോ ആയിരുന്നു സ്റ്റാർട്ടിങ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.